ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാനേ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങിലാണ്. വെയിറ്റ് കുറയ്ക്കാൻ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നടക്കുന്നില്ല. കാരണം എന്താ അറിയോ, ഇതുപോലത്തെ ആൾക്കാരാണ് വില്ലന്മാർ. മധുരം പൊതുവേ ഇഷ്ടമുള്ള എനിക്ക് ഇതൊക്കെ കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം നിങ്ങൾ വിചാരിക്കും ഫുഡ് അടിച്ചാലും ഞാൻ നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നല്ലേ. അതും ഇപ്പം നടക്കുന്നില്ല. ഇനി എന്നെപ്പോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് കുറയ്ക്കാൻ ആകെയുള്ള വഴി എന്താണെന്നറിയോ? നേരെ ചന്ദ്രനിലേക്ക് വിടുക. ചന്ദ്രനിൽ ഇമാതിരി സാധനങ്ങൾ കിട്ടാത്ത കൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ചന്ദ്രനിൽ പോയാലുള്ള ഗുണം എന്താ അറിയോ? ചന്ദ്രനിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭാരത്തിൻ്റെ 1/6 വരൂ. ഉദാഹരണത്തിന് എനിക്കൊരു 60 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഞാൻ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര ഭാരം അറിയോ അനുഭവപ്പെടുക? 60ന്റെ 1/6, അതായത് 10 കിലോഗ്രാം വെയിറ്റ് മാത്രമേ ഭാരമായിട്ട് അനുഭവപ്പെടൂ. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഭാരം, എന്താണ് പിണ്ഡം എന്നൊക്കെ ഒന്ന് പറയട്ടെ. പലർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ് ഈ ഭാരവും പിണ്ഡവും ഒന്നാണോ എന്നൊക്കെ. പിണ്ഡം എന്ന് പറഞ്ഞാൽ, അതായത് മാസ് ഇംഗ്ലീഷിൽ, പിണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ പിണ്ഡം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ പിണ്ഡം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ്. ഈ പിണ്ഡം എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് എന്താ? SI യൂണിറ്റ് കിലോഗ്രാം ആണ് അല്ലേ. അതുപോലെ ഇപ്പോൾ പിണ്ഡം, നമ്മളൊരു വസ്തുവിൻ്റെ പിണ്ഡം പറയുകയാണെങ്കിൽ 5 കിലോഗ്രാം, 10 കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അതിൻ്റെ കൂടെ ദിശ പറയേണ്ട ആവശ്യമുണ്ടോ? 5 കിലോഗ്രാം തെക്ക് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പിണ്ഡം എന്ന് പറയുന്നത് അദിശ അളവാണ്. ദിശ പറയണ്ട, ഒരു സംഖ്യയും ഒരു യൂണിറ്റും മതി പിണ്ഡത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിണ്ഡം അദിശ അളവാണ്. ഇനി പിണ്ഡം അഥവാ മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നറിയാമോ? അതാണ് കോമൺ ത്രാസ് അഥവാ സാധാരണ ത്രാസ്. ഇനി ഭാരം എങ്ങനെയാണ്? ഒരു വസ്തുവിൻ്റെ പിണ്ഡത്തിനുമേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരമായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പം ഞാൻ എന്ന വസ്തുവിൻ്റെ പിണ്ഡത്തിനുമേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അതാണ് എൻ്റെ ഭാരം. ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട് അല്ലേ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്, നമുക്കറിയാം, ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഭാരം എന്ന് പറയുന്നത് ബലമാണ്. ഒരു വസ്തുവിൻ്റെ പിണ്ഡത്തിനുമേൽ ഭൂമി അല്ലെങ്കിൽ ആ വസ്തു ഏത് ഗ്രഹത്തിലാണോ, ഏത് ആകാശഗോളത്തിലാണോ, ആ ആകാശഗോളം പ്രയോഗിക്കുന്ന ആകർഷണ ബലം. അപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. അപ്പോൾ ഭാരത്തിൻ്റെ യൂണിറ്റ് ഒന്നുകിൽ നമുക്ക് ന്യൂട്ടണിൽ പറയാം, അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റിൽ പറയാം. ഇനി ഞാൻ പറഞ്ഞു, ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എപ്പോഴും താഴോട്ടാണ് അല്ലേ, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് വസ്തുവിനെ ആകർഷിക്കുന്നത്. അപ്പോൾ ഭാരം എന്ന് പറയുന്നത് സദിശ അളവാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഭാരം കണ്ടുപിടിക്കുക ഒരു വസ്തുവിൻ്റെ? നമുക്കറിയാം ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = ma. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ പിണ്ഡത്തിൻ്റെയും ആ വസ്തുവിനുണ്ടാകുന്ന ത്വരണത്തിൻ്റെയും ഗുണനഫലമാണ് അല്ലേ. ഇവിടെ ബലം പ്രയോഗിക്കുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും നമ്മുടെ ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പിണ്ഡം ഗുണിക്കണം ഭൂഗുരുത്വ ത്വരണം, അതായത് G. F = ഭാരം സമം പിണ്ഡം ഗുണിക്കണം ഭൂഗുരുത്വ ത്വരണം, W = mg. അതാണ് ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം ആ വസ്തുവിൻ്റെ പിണ്ഡത്തെയും ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വ ത്വരണത്തിൻ്റെയും ഗുണനഫലമായിരിക്കും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ പിണ്ഡത്തെയും ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വ ത്വരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു അല്ലേ. ഈ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് ഭൂമിയിൽ എത്രയാണ്? 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ ത്വരണത്തിൻ്റെ 1/6 മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുന്നുള്ളൂ. അതായത് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വ ത്വരണം എന്ന് പറഞ്ഞാൽ 9.8 / 6. അതായത് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ത്വരണം എത്രയാ? 1.63 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ആ റേഞ്ചിൽ മാത്രമേ ചന്ദ്രനിൽ ത്വരണമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചന്ദ്രനിൽ എത്തുന്ന വസ്തുവിൻ്റെ ഭാരത്തിനും വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ പിണ്ഡം എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും സെയിം ആയിരിക്കും അല്ലേ. പിണ്ഡം എന്ന് പറഞ്ഞാൽ പെന്നിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഞാൻ ഭൂമിയിലിരുന്നാലും ചന്ദ്രനിലിരുന്നാലും ഒക്കെ സെയിം അല്ലേ. പക്ഷെ ഭാരം അങ്ങനെയാണോ? ഭാരം എന്ന് പറയുന്നത് ഈ ത്വരണത്തിനനുസരിച്ച്, ഭൂഗുരുത്വ ത്വരണത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭാരം എന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യയല്ല. ഇനി ഭാരത്തിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റിൽ നമുക്ക് ഭാരത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രിംഗ് ത്രാസ് ആണ്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രിംഗ് ത്രാസ് ആണ്. ഭാരം എന്ന് പറഞ്ഞാൽ ബലമാണ്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമായതുകൊണ്ട് തന്നെ ഭാരം ഒരു സദിശ അളവാണ്.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പോയിന്റും കൂടെ പറഞ്ഞോട്ടെ. ഭൂമിയിൽ തന്നെ നമുക്ക് എല്ലാവരും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അല്ലേ. പക്ഷേ ഭൂമിയിൽ എല്ലായിടത്തും ഇത് ഒരേപോലെയാണോ അനുഭവപ്പെടുന്നത്? ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ജിയോയിഡ് ആണ്. അതായത് ധ്രുവപ്രദേശങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടും മധ്യരേഖാ പ്രദേശങ്ങൾ കുറച്ച് പുറത്തേക്ക് തള്ളിയുമാണ് അല്ലേ ഭൂമിയുടെ ഷേപ്പ്. അപ്പോൾ അതിനനുസരിച്ച് ഭൂഗുരുത്വ ത്വരണത്തിലും വ്യത്യാസമുണ്ട്. ഭൂഗുരുത്വ ത്വരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഭൂഗുരുത്വ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Gm/r². ഇതിൽ G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, M എന്ന് പറയുന്നത് ഭൂമിയുടെ മാസ് ആണ്, R എന്ന് പറയുന്നത് ഭൂമിയുടെ റേഡിയസ് ആണ്. അപ്പോൾ ധ്രുവപ്രദേശങ്ങൾ കുറച്ച് കുഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ധ്രുവപ്രദേശങ്ങളിലേക്കുള്ള ആരം കുറച്ച് കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധ്രുവപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വ ത്വരണം കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഒരു 9.83 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ വരെ ധ്രുവപ്രദേശങ്ങളിൽ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്നുണ്ട്. ഇനി മധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഷേപ്പ് നോക്കൂ. എന്താണ്? മധ്യരേഖാ പ്രദേശങ്ങളിൽ കുറച്ചും കൂടി പുറത്തേക്ക് തള്ളിയാണ് അല്ലേ. അവിടെ ആരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആരം കൂടിയത് കൊണ്ട് ഭൂഗുരുത്വ ത്വരണത്തിന്റെ അളവ് കുറച്ച് കുറയും. 9.78 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആ റേഞ്ചിലാണ് മധ്യരേഖാ പ്രദേശങ്ങളിൽ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്നത്. ഈ ത്വരണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഭാരത്തെയും ബാധിക്കും അല്ലേ. അപ്പോൾ ഒരു വസ്തുവിന് കൂടുതൽ ഭാരം എവിടെയായിരിക്കും അനുഭവപ്പെടുന്നത്? ധ്രുവപ്രദേശങ്ങളിലായിരിക്കും. കുറവ് ഭാരം കമ്പാരിറ്റീവ്ലി എവിടെയായിരിക്കും? മധ്യരേഖാ പ്രദേശങ്ങളിലായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? പിണ്ഡം എന്താണ്, ഭാരം എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലും മറ്റ് ആകാശഗോളങ്ങളിലുമൊക്കെ ഒരു വസ്തുവിന് ഭാരവ്യത്യാസം അനുഭവപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഭൂഗുരുത്വ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Gm/r². ഇതിൽ G എന്ന് പറയുന്നത് ഭൂഗുരുത്വ സ്ഥിരാങ്കമാണ്. ആ ജിയുടെ വാല്യൂ എത്രയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. കറക്റ്റ് യൂണിറ്റും കറക്റ്റ് വാല്യൂവും വെച്ചിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഞാനിത് കഴിക്കട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു.